ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നമ്മൾ ഈ ഒരു നെയ്യപ്പം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ പെട്ടെന്ന് തന്നെ അപ്പം തന്നെ അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നാടൻ രുചിയിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കോട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു മിക്സി ജാറിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 4 ഏലക്കയുടെ ആ ഒരു കുരു മാത്രമായിട്ടുള്ളത്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതുപോലെ 1/4 ടീസ്പൂൺ ചുക്കുപൊടി, ഇത്രയും ചേർത്തെടുത്ത് നല്ല ഒലങ്ങ് പൊടിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര പൊടിച്ച് അതേ മിക്സി ജാറിലോട്ട് തന്നെ നല്ല പഴുത്തിട്ടുള്ള 2 പാളയംകുളം പഴം ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന മാവിൻ്റെ ആ ഒരു അതേ അളവിൽ തന്നെ എടുക്കുക. എന്നിട്ട് ആ ഒരു അളവിൽ തന്നെ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കപ്പ് പച്ച അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ച അരിപ്പൊടി എടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, അതായത് ഒരു 1/4 കപ്പ് ഗോതമ്പ് മാവ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു പഞ്ചസാരയുടെ ആ ഒരു പൊടി ഉണ്ടല്ലോ, ആ ഒരു മിക്സ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എടുക്കുന്ന ബെല്ലം വന്നിട്ട് ഉപ്പുള്ള ബെല്ലമാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇത് നമ്മുടെ ശർക്കര പാനിയോട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിനിറ്റോളം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായി ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാതെ പകുതി ആദ്യം ഒഴിച്ചു കൊടുത്തു നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി പകുതി ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കല്ലും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അരിക്കാതെ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ബനാനാല് നമ്മുടെ പഴം, അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ തിക്കായിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് നോക്കി ഒഴിച്ചു കൊടുത്ത് നല്ല കറക്റ്റ് ടെക്സ്ചറിലാക്കി എടുക്കുക. എല്ലാം ലൂസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. എനിക്കിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത് നമ്മുടെ കറുത്ത എള്ളുണ്ടല്ലോ, അതാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ നെയ്യപ്പം ആയതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ നാടൻ രുചിയിൽ നാടനായിട്ടുള്ള നമ്മുടെ നെയ്യപ്പമാണ്. നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നമ്മുടെ ഒരു കുഴിയുള്ളൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ല ഉലങ്ങി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു നെയ്യപ്പം പൊന്തി വരുന്നതായിട്ട്. നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ലപോലെ അങ്ങ് ബലൂണ് പോലെ വീർത്ത് നല്ലപോലെ അങ്ങ് പൊന്തി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പഴം ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ഒരു ബാറ്ററിൽ, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസം അധിക ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 2-3 ദിവസം തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഒരു കോക്കനട്ട് ഓയിലിന് പകരം സാധാരണ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സാധാ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം ദിവസം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ പഴമൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലാണെങ്കിൽ കുറച്ച് ദിവസം മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ ഓയിലിന് പകരം സാധാ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് നല്ലപോലെ അങ്ങ് നെയ്യപ്പം നല്ലപോലെ അങ്ങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടി അങ്ങ് നല്ലപോലെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നെയ്യപ്പമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.